നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. 400 സീറ്റ് ലക്ഷ്യവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി.ജെ.പി. ഏത് അറ്റകൈ പ്രയോഗവും ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജയിക്കാനായി എന്ത് നെറികെട്ട കളിയും കളിക്കുകയാണ് ബി.ജെ.പിയിലെ നേതാക്കൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെയും നേതാക്കന്മാരുടെയും പ്രവൃത്തികളൊക്കെയും. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ത്രിപുരയിലെ ബി.ജെ.പി. മന്ത്രി രത്തൻലാൽ നാഥ്. കിഴക്കൻ ത്രിപുര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഖോവായ് നിയമസഭാ മണ്ഡലത്തിൽ 52 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഈസ്റ്റ് ത്രിപുര സീറ്റിലേക്കുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 26-നാണ് നടക്കുന്നത്. അഗർത്തല, മോഹൻപൂർ, അമർപൂർ, തെലിയാമുറ, ഗോവായ് എന്നീ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾക്കാണ് പാരിതോഷികം നൽകുക. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിലാണ് മന്ത്രി പാരിതോഷികം നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന ബൂത്തുകൾക്ക് 2 ലക്ഷം രൂപ ഞാൻ വ്യക്തിപരമായി നൽകുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ചതിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വോട്ട് ചെയ്യാം. എന്നാൽ ബി.ജെ.പി. അല്ലാതെ വേറെ ഏതാണ് നല്ല പാർട്ടിയെന്ന് നിങ്ങൾ എന്നോട് പറയൂ എന്നാണ് മന്ത്രി പറയുന്നത്. അഗർത്തല, മോഹൻപൂർ നിയമസഭാ മണ്ഡലങ്ങൾ ത്രിപുര വെസ്റ്റ് ലോക്സഭാ സീറ്റിന് കീഴിലാണ് വരുന്നത്. ഇവിടെ ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നിരുന്നു. 81.48% ഇവിടെ പോളിംഗ് നടന്നത്. അമർപൂർ, തൊലിയാമുറ, ഗോവായ് നിയമസഭാ മണ്ഡലങ്ങൾ ത്രിപുര ഈസ്റ്റ് പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത്. എന്നാൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ CPM-ഉം കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഇരു പാർട്ടികളും അറിയിച്ചു. മന്ത്രിക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആശിഷ് കുമാർ സാഹ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ പറയുന്നു. മന്ത്രിയുടെ പ്രസ്താവന വോട്ടിംഗിനെ കുറിച്ച് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് CPM മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷർക്ക് അയച്ച കത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബി.ജെ.പിയുടെ ഉന്നത നേതാക്കൾ വാഗ്ദാനങ്ങൾ ഓരോന്നും നൽകുന്നത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉത്തരവിറക്കിയതാണ് ഇത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന്. പക്ഷേ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ബി.ജെ.പി. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പരാതി നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കാത്തതിലും ഒരു ഭാഗത്ത് വിമർശനം ഉയരുന്നുണ്ട്. ആരെയും വില കൽപ്പിക്കാതെ സ്വന്തം ജൽപ്പനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ബി.ജെ.പിയും നേതാക്കളും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ. അധികാരത്തിലിരിക്കുന്നിടത്തോളം ബി.ജെ.പിയിലെ ആരെയും തൊടാൻ പറ്റില്ലെന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും പ്രഖ്യാപനവുമായി ഓരോ ബി.ജെ.പി. നേതാക്കളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.